ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഒക്കെയുള്ള മെറ്റയിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഡ്രീമാണ്. പക്ഷെ എന്തൊക്കെ സ്കിൽസ് ആണ് അവർ നോക്കുന്നത്? എങ്ങനെയായിരിക്കും അവരുടെ ഹയറിംഗ് പ്രോസസ്? അപ്പൊ മെറ്റയുടെ ഒഫീഷ്യൽ കരിയർ പേജിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് അനുസരിച്ച് അവരുടെ ഒരു എക്സാക്ട് ഹയറിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അവർ മെയിൻലി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മെറ്റ ലുക്സ് ഫോർ കാൻഡിഡേറ്റ്സ് വിത്ത് യൂണീക് പെർസ്പെക്റ്റീവ്. അതെ, വെറും സ്കിൽസും നോളജും മാത്രം പോരാ, അതിൽ എന്തൊക്കെ പുതുമയാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ് മെറ്റ നോക്കുന്നത്. അപ്പോൾ അതിനായി നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് ആൻഡ് ക്യൂരിയസ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അപ്പം നമുക്ക് ഇതിനായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി റെസ്യൂമെയാണ്. മെറ്റയുടെ ഹയറിംഗ് ടീം പറയുന്ന ഒരു വലിയ ടിപ്പാണ് മേക്ക് ഇറ്റ് ഈസി ടു റീഡ്. നിങ്ങളുടെ സ്കിൽസ്, എക്സ്പീരിയൻസ്, അച്ചീവ്മെന്റ്സ് ഇതെല്ലാം ക്ലിയർലി ഹൈലൈറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ മെറ്റയുടെ കരിയേഴ്സ് പേജിൽ നമുക്ക് ഒരു റെസ്യൂമെ ഒരു തവണ മാത്രമേ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ പൊസിഷൻസിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റെസ്യൂമെ ആയിരിക്കണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് മിനിമം ക്വാളിഫിക്കേഷൻസ് എന്തായാലും ഉറപ്പായും വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ആ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. വെറുതെ ചുമ്മാ എല്ലാത്തിലും പോയി അപ്ലൈ ചെയ്യരുത്, ഇറ്റ് വോണ്ട് വർക്ക്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൾ ആണ്. നിങ്ങളുടെ റെസ്യൂമെ വൺസ് ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇനിഷ്യൽ റിക്രൂട്ടർ കോൾ ഉണ്ടായിരിക്കും. സോ ഇവിടെ നിങ്ങളുടെ ലോങ് ടേം ഗോൾസ്, അതുപോലെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് ഇവയെല്ലാം കൃത്യമായി പറഞ്ഞിരിക്കണം. അതേപോലെ നിങ്ങൾ ഏതൊരു റോളിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ റോളിനെ പറ്റി കൃത്യമായി പഠിച്ചിരിക്കണം. അതുപോലെ വൈ മെറ്റ എന്നൊരു ക്വസ്റ്റിന് ആൻസർ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ തിരിച്ച് റിക്രൂട്ടറിന്റെ അടുക്കൽ അങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുക, അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കി വെക്കുക. സ്പെസിഫിക് റോൾസിനെ പറ്റി, ടീം സ്ട്രക്ചറിനെ പറ്റി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണം. അതേപോലെ ചില സ്പെസിഫിക് റോൾസിന് കോളിന് പകരം അവരൊരു പ്രീ സ്ക്രീൻ ഫോം ഫില്ല് ചെയ്യാനായിരിക്കും ആവശ്യപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആൻഡ് റൗണ്ട്സ് ആണ്. അതായത് റിക്രൂട്ടർ റൗണ്ട് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു റൗണ്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത് യൂഷ്വലി മൾട്ടിപ്പിൾ റൗണ്ട്സ് ഉണ്ടായിരിക്കും. ഇവിടെ മെയിൻലി നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽസും അതുപോലെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും ഒക്കെ ടെസ്റ്റ് ചെയ്യപ്പെടും. ഇത് ഓരോ റോൾസിനനുസരിച്ച് മാറ്റം വരാനും ചാൻസ് ഉണ്ട്. കോഡിംഗ് ടാസ്ക്, അൽഗോരിതം സോൾവ് ചെയ്യാൻ, അതുപോലെ തന്നെ കേസ് സ്റ്റഡികൾ ക്രിയേറ്റ് ചെയ്യാൻ, ഇതെല്ലാം ഇതിനകത്തിൽ ഇൻക്ലൂഡ് ആയി വരാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ചില സ്പെസിഫിക് റോൾസിന് കോഡർ പാഡ് പോലെയുള്ള AI ടൂൾസ് യൂസ് ചെയ്യാനായിട്ട് മെറ്റ അലൗ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന റോളിന് അങ്ങനെ എന്തെങ്കിലും ഒരു പെർമിഷൻ അലൗഡ് ആണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഇത് വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റം അതുപോലെ തന്നെ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻസ് ഒക്കെ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക. കാര്യം ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റീസ്കെഡ്യൂളിങ് വളരെ പാടാണ്. ഇനി ആഫ്റ്റർ ദ ഇന്റർവ്യൂ കഴിഞ്ഞാൽ അവിടെ വെച്ച് തീർക്കരുത്. മെറ്റയുടെ കരിയർ പ്രൊഫൈൽ വഴി തന്നെ നമ്മുടെ റിക്രൂട്ടേഴ്സിന് തിരിച്ച് പേഴ്സണലൈസ്ഡ് താങ്ക് യു മെസ്സേജസ് ഒക്കെ അയക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂ പ്രോസസ്സിലെ ഏറ്റവും നല്ല സ്റ്റാൻഡ് ഔട്ട് മൊമെന്റ്സ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചൊരു റിപ്ലൈ മെയിൽ അല്ലെങ്കിൽ ഒരു താങ്ക് യു മെയിൽ അയക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് അയക്കുന്നതിലൂടെ നിങ്ങളെക്കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ ജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടുന്ന് ഒരു ഓഫർ ലെറ്റർ അയക്കും. ഇനിയും സെലക്ട് ആയാലും റിജക്റ്റ് ആയാലും അവർ നിങ്ങളെ അത് കൃത്യമായി അറിയിക്കും. ഇനി ഇവൻ റിജക്റ്റ് ആയാൽ പോലും അതിന്റെ റീസൺസ് എന്താണെന്ന് ചോദിച്ച് തിരിച്ചൊരു റിപ്ലൈ മെയിൽ അയക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ മെയിൻ തിങ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ആണ്. അവരുടെ കൾച്ചറൽ പേജും വാല്യൂസ് പേജും ഒക്കെ വായിച്ചു നോക്കിയിട്ട് മാത്രം ഇന്റർവ്യൂവിന് പോകുക. അതേപോലെ നിങ്ങളെ കൃത്യമായി ഷോക്കേസ് ചെയ്യുക. ബി ഓതന്റിക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ എൻട്രി കോഡിംഗ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എൻട്രിയിലെ AI ഇന്റഗ്രേറ്റഡ് കോഡിംഗ് കോഴ്സുകളെ കുറിച്ച് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക.